ഈ ബി ഡി ജെ എസിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഓരോ വാർത്ത വരും, ഇടയ്ക്കൊക്കെ വാർത്ത വരുള്ളൂ. അത് വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ അസംതൃപ്തിയുണ്ട്, മുന്നണിയിൽ NDA മുന്നണിയോടൊപ്പം BJP-യോടൊപ്പം പോകുവാനുള്ള മടിയുണ്ട് എന്നുള്ള വാർത്തകൾ ആഴ്ചയിൽ ഒരെണ്ണം വെച്ചെങ്കിലും. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സമ്മേളനത്തിലാണ് ഒരു പ്രമേയം പാസ്സായത്. അതെ അതെ, അങ്ങനെ ഒരു, പക്ഷേ അത് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നു. അധ്യക്ഷൻ വേറെ പറയുന്നു, പാർട്ടി വേറെ പറയുന്നു എന്നുള്ളൊരു സാധനം അന്ന് വന്നു. ഇപ്പോൾ പറയുന്നത് മുൻ ചെയർമാൻ എന്ന് വെച്ചാൽ ഈ പാർട്ടി ഉണ്ടാക്കിയ സ്ഥാപക ചെയർമാൻ എന്നൊക്കെ പറയുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം പറയുവാണ് അസംതൃപ്തി ഉണ്ട് BDJS-നെന്ന്. ശരിക്കും ടെക്നിക്കലി നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ള യാതൊരു അധികാരവുമില്ല. അദ്ദേഹം BJP ബന്ധമില്ലാത്ത ആളായിട്ട് പ്രഖ്യാപിക്കുകയും പിണറായി വിജയന്റെ ഭരണത്തിൽ അതിഭയങ്കരമായ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇനിയും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യാശ പലപ്പോഴും പറയുകയും ചെയ്യുന്ന ഒരാൾ ഈ പറയുന്ന BJP-യോടൊപ്പം നിൽക്കുന്ന ഈ മുന്നണിയെ കുറിച്ച് പറയാൻ എന്താണ് അവകാശം എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് BJP എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഗവർണറും സ്ഥാനമാനങ്ങളും പിന്നോക്ക വിഭാഗത്തിന് കൊടുക്കില്ല. പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. BDJS എന്ന് പറയുന്നത് ഒരു SNDP എന്നുള്ള ആൾക്കാരുടെ മുന്നണി ആയതുകൊണ്ട് അല്ല, നമ്പൂരി മുറിന്ന് അയാടി വരെ എന്നായിരുന്നു ഇത് തുടങ്ങുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അത് ഈ സ്ഥാനമാനങ്ങൾ വരുമ്പോൾ ഇത് പിന്നോക്ക സ്ഥലത്തേക്ക് പോകുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇപ്പൊ അതിനകത്ത് സംതൃപ്തി ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. കാരണം അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊക്കെ പ്രതീക്ഷിച്ചാണ് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥാനത്ത് ഇതിനകത്ത് വരുന്നുള്ളത്. ഇവർക്കൊരു സ്ഥാനങ്ങളൊന്നും BDJS-ന് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമുണ്ട്. BDJS കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് കേരളത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടിയാണ് BDJS. സീറ്റുണ്ടോ എന്നുള്ളതല്ല, രാഷ്ട്രീയം തീരുമാനിക്കാനുള്ള ഒരു പവറുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ BDJS. പക്ഷേ BDJS-നോടൊപ്പം കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ടപ്പോൾ അതിൽ BDJS-ന്റെ ഒരു വോട്ട് ഷെയർ അത് എത്രത്തോളം വന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ ആലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രനൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തു. അത് ഉപകാരം ചെയ്തത് BDJS-ന്റെ ഗുണമാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു ഹിന്ദു പാർട്ടിയാണ് എന്നാണല്ലോ പറയാം. ഈ ഭാരതീയ സംസ്കാരം, ദേശീയത, ഹിന്ദുത്വ നിലപാട് ഇതൊക്കെയാണ് BJP-യെ സാധാരണയായിട്ട് എല്ലാവരും കാണുന്നത്. ഈ ഒരു നിലപാടിലേക്ക് കൃത്യമായ രീതിയിലുള്ള ഹിന്ദുക്കൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ NSS-ന്റെ അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്, ഈഴവ വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. അതൊന്നും BDJS-ന്റെ ഒരു തണല് പിടിച്ചിട്ടല്ല പലപ്പോഴും അവരങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുത്വ ഏകീകരണം എന്ന് പറയുന്ന BJP-യുടെ ലക്ഷ്യത്തിലേക്ക് BJP എത്തുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും BDJS-ന്റെ സ്വാധീനം കൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം BJP-ക്ക് വരുന്നത് എന്നുള്ളതും പലരും വിലയിരുത്തുന്ന കാര്യമാണ്. പക്ഷേ SNDP എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് ഉണ്ടായ BDJS എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ BDJS-ന് ഈഴവരുടെ ഇടയിൽ അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ BDJS-ന്റെ വോട്ടുകൾ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള വോട്ടുകളാണ് BJP-യിലോട്ട് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള എത്ര വോട്ടുകൾ ഈഴവ വിഭാഗത്തിൽ നിന്നും BDJS വഴി BJP-യിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല എന്നുള്ള ഉത്തരമായിരിക്കും അതിൻ്റെ അകത്ത്. കാരണം SNDP-യുടെ വലിയ വലിയ നേതാക്കൾ പലരും ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും BDJS എന്നുള്ള സംഘടനയിൽ നിൽക്കുമ്പോൾ അവർക്ക് NDA-ക്കായിരിക്കും അവരുടെ വോട്ടുകൾ പോയിട്ടുണ്ടാവും. എന്നാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നുണ്ട് SNDP വേറെ BDJS വേറെ. അതെ, അത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അഭിപ്രായം പറയുന്നതും പുള്ളി തന്നെയാണ്. അതെ, അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അങ്ങോട്ട് കുഴഞ്ഞു മറഞ്ഞു കിടക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ BDJS-ഉം രാഷ്ട്രീയപരമായി വോട്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ലെന്നും, എന്നാൽ BDJS-നെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന അഭിപ്രായമല്ല ഇദ്ദേഹത്തിന്റെ മകനും ഈ പാർട്ടിയുടെ ചെയർമാനുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പറയുന്നതെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ പാർട്ടി ചെയ്യേണ്ടത് ശരിക്കും ഞങ്ങൾ എന്താണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലേ? ഇവര് കൃത്യമായിട്ടൊരു നിലപാടിലേക്ക് പോകണം. ഒന്നില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയണം, അത് ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ BDJS-നോടൊപ്പം വീണ്ടും ചേർന്നു എന്ന് പറയണം. അത് വെള്ളാപ്പള്ളി നടേശൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി ആൾക്കാർക്ക് വ്യക്തതയില്ലാണ്. ഇപ്പോൾ ഈഴവ ഭൂരിപക്ഷം പലപ്പോഴും BDJS-ന് തെളിയിക്കാം എന്ന് പറയുമ്പോഴും ഈ ഈഴവർക്ക് തന്നെ കൃത്യമായിട്ടൊരു അവർക്ക് തന്നെ തോന്നണം ഇതെന്താണ് സംഭവം എന്നുള്ളതൊരു മനസ്സിലാക്കുക എന്നുള്ള ഒരു വ്യക്തത കുറവാണ് BDJS-ന് പലപ്പോഴും
ഇത്രയും ശക്തമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാനുള്ള തടസ്സം എന്നാണ് തോന്നുന്നത്. അവിടെ ഇവിടെയും പോയിട്ട് ഈ സാധാരണക്കാർ പറഞ്ഞുള്ള ഈ രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുന്ന സ്വഭാവമാണ് ബി ഡി ജെ എസ് എന്നുള്ളൊരു ചീത്തപ്പേര് ബി ഡി ജെ എസ് ആദ്യം അതെന്താന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ കുഴഞ്ഞു പറഞ്ഞിരിക്കുന്ന അവസ്ഥ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡി ജെ എസ് മുന്നണി മാറുകയാണെങ്കിൽ എൽ ഡി എഫിലോട്ട് പോവുകയാണെങ്കിൽ, എന്തായാലും യു ഡി എഫിലോട്ട് പോകുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എൽ ഡി എഫിലോട്ട് പോവുകയാണെങ്കിൽ ഭരണത്തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ബി ഡി ജെ എസിനും അറിയാം, പിന്നെ എൽ ഡി എഫിനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സാധ്യത വളരെ കൂടുതലാണ് ബി ഡി ജെ എസിനെ എൽ ഡി എഫിൻ്റെ ഒപ്പം നിർത്താൻ. അതിനുള്ളൊരു വാതിൽ തുറന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം ഈ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല CPM വക ഒരു ക്യാപ്സ്യൂളാണ് വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്ന് വരുന്ന ഈ പുതിയ പ്രസ്താവനകൾ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറയാം, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ ഇവിടെ ഇത്ര അസംതൃപ്തരാണ് എന്ന് അറിയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം. രണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പോകും കേട്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ബി ജെ പിക്കാർക്കുള്ള വെല്ലുവിളി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു അവിടെ ഇവിടെ ഇല്ല, ഞങ്ങൾ ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവരും ഞങ്ങൾക്കൊപ്പം വേണം എന്ന് കാണിക്കുന്ന ഒരു നിലപാടിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള 3-4 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുക. അതെ, പക്ഷേ ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എൽ ഡി എഫിലോട്ട് ബി ഡി ജെ എസ് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ച ഉണ്ടാവും എൽ ഡി എഫിന്. പക്ഷെ സീറ്റ് മുന്നണികളും വിഭജനവും ഒക്കെ വരുമ്പോൾ CPI ഒക്കെ എത്രത്തോളം അതിന് സമ്മതിക്കും എന്നുള്ള, മുന്നണി എത്രത്തോളം അത് വകവെച്ചു കൊടുക്കുന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് പറയുന്ന പോലെ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ബി ജെ പിയുടെ ഒപ്പം നിൽക്കുമ്പോൾ ആ പ്ലാനുകളൊക്കെ തകരുന്ന ഒരു രീതിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ തീരുമാനമാണ്. ഈ ഒരു വ്യക്തതയില്ലായ്മ പലപ്പോഴും അണികളുടെ ഇടയിലുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഏതാണ്ട് 10 വർഷത്തേക്ക് എത്തുകയാണ് ഈ സാധനം. വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് വെച്ച് ഇങ്ങനെ ഒരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ 10 വർഷമായിട്ടും വ്യക്തതയില്ലാത്തൊരു പാർട്ടിയായി ഒരു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വ്യക്തതയില്ലാതെ നിൽക്കുകയും അതിൻ്റെ ചെയർമാൻ തന്നെ അതിനെ പിന്നീട് തള്ളിപ്പറഞ്ഞ് മാറി നിൽക്കുകയും, സുരേഷ് ഗോപി തൃശ്ശൂർ തോക്കുമെന്ന് ആദ്യം പറഞ്ഞത് മീഡിയ വണ്ണോ മനോരമയുടെ സർവേ ഒന്നുമല്ല, പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ് ആദ്യം. ഇതെല്ലാം ബി ജെ പിക്കാരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ടുള്ളൊരു ബി ഡി ജെ എസിന് സാധ്യതയില്ല. അപ്പോൾ മൊത്തത്തിലൊരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ബി ഡി ജെ എസ് കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ബി ഡി ജെ എസ് ബി ജെ പി തന്നെ ഉറച്ചു വെക്കുന്നുള്ളതാണ്. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു പ്രസ്താവന എന്നുള്ളത്. എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളൊരു, ഈ പറഞ്ഞ പോലെ എങ്ങോട്ട് വേണമെങ്കിൽ വാതിൽ തുറന്നു തന്നാൽ ഞങ്ങൾ കയറിക്കോളാം എന്നുള്ളൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2016 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്ത് വന്ന ആ ഒരു ബൈറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് താമര കുടത്തിൽ വിരിയും എന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞു, നേമത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു എന്നല്ലാതെ അത് ബി ഡി ജെ എസിൻ്റെ ഗുണം കൊണ്ടല്ല എന്ന് പറയുന്നവരുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ പരാജയപ്പെടുകയും വോട്ട് ഷെയർ കൂടുകയും ചെയ്ത ഒരു ഇലക്ഷനായിരുന്നു. പക്ഷേ അതിനുശേഷം ബി ഡി ജെ എസിൻ്റെ ഒരു സ്വാധീനം പലപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലൊരു കൂട്ടായ തീരുമാനം എടുത്ത് ഇതിനൊരു കോംപ്രമൈസ് ആക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ LDF ബി ഡി ജെ എസ് സ്റ്റാൻ ആയിട്ട് തന്നെ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയാൽ കുറെ വോട്ട് ഇനിയും കൂടാം. ഇനി നേരെ മറിച്ച് LDF പോവുകയാണെങ്കിൽ, LDF ഒരു തുടർഭരണം വന്നില്ലെങ്കിൽ ബി ഡി ജെ എസിന്റെ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു അവസ്ഥ എവിടെ പോയി നിൽക്കും എന്നുള്ളത് ബി ഡി ജെ എസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർഭരണം ഉണ്ടാകും. എനിക്ക് സംശയമുണ്ട്. അത്തരത്തിൽ സാധ്യത കുറവാണ്. കാരണം പഴയ പോലെ ഒരു ന്യൂനപക്ഷ സ്നേഹം കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ ഇക്വേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇന്നോട്ട് മാത്രമല്ല. അപ്പോൾ എങ്ങനെ പോയാലും ബി ഡി ജെ എസിലാണെങ്കിലും SNDP കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറൊരു ബി ജെ പിയിലേക്ക് പോയൊരു വോട്ട് തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത്, ഈഴവ വോട്ടുകൾ വരിക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പോയാൽ തിരിച്ചു വരവ് വിഷമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ധനരാജിൻ്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കും സംശയമുണ്ട്. എന്തായാലും ബി ഡി ജെ എസിൻ്റെ ഒരവസ്ഥ എന്താവും എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കി, അവർ തന്നെ കണക്ക് കൂട്ടി, അവർ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്.
വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് പറയുന്നു, തുഷാർ വെള്ളാപ്പള്ളി മറ്റൊന്ന് പറയുന്നു, പാർട്ടിയുടെ മറ്റ് നേതാക്കൾ പ്രമേയം പാസ്സാക്കുന്നു. ഇത്തരത്തിലുള്ള ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു പാർട്ടി മുന്നോട്ട് പോയാൽ 10 വർഷം ആവുന്ന ഒരു പാർട്ടി പാരമ്പര്യം BDJS-നുണ്ട്. കൃത്യമായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ എവിടെ നിന്നാലും ഏത് മുന്നണിയിൽ നിന്നാലും BDJS-ൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.